எல்லாருக்கும் நமஸ்காரம். இப்போ கொஞ்ச நாள் ஆச்சு இந்த ப்ரோக்ராமோட வீடியோ எல்லாம் நம்ம யூடியூப்ல அப்லோட் பண்ணிட்டு. காரணம் ஒன்று, നമുക്ക് പണി നടന്നുകൊണ്ടിருக்கு. രണ്ട്, ഞങ്ങളും இந்த കുംഭാഭിഷേകത്തോട് കാര്യങ്ങളായിട്ട് ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കും. കുംഭാഭിഷേകം മെയ് മാസം 28 തീയതിക്കാക്ക് നമ്മൾ നിശ്ചയിച്ചിരിക്ക്. 21 തീയതിയിലെ കൾച്ചറൽ പ്രോഗ്രാമും മറ്റുള്ള പ്രോഗ്രാമും നമ്മൾ ആരംഭിച്ചിരിക്കും. അതിനോട് നോട്ടീസ് എല്ലാം സമയത്തിന് വരും. കല്ല് പണിഞ്ഞിട്ട് അവ ക്രെയിൻ വെച്ചിട്ട് ഈ കയറ്റിയിട്ടാക്കും കൊണ്ടുപോറാ. കാരണം ഹൈറ്റിൽ ഇരിക്കുക, അവൾക്ക് ഏറ്റിയെടുത്തിട്ട് നല്ല വെയിറ്റുള്ള കല്ലാക്കുന്നില്ല. ഇത് പണിഞ്ഞ് കയറ്റണമെന്നാ നല്ല ബുദ്ധിമുട്ടാക്കും. പക്ഷെ அந்த ബുദ്ധിമുട്ടെല്ലാം നമുക്ക് വേണ്ടി അവ സഹിച്ചുകൊണ്ട് இந்த കല്ല് പണിഞ്ഞ് ക്ലിയറാ അത് മേലെ കയറ്റിണ്ടാക്കി ഇരിക്കുക. ഇങ്ങേയാക്ക് இன்னைக்கு പണി കഴിഞ്ഞ് പോയാச்சு 5 മണിക്ക് പോയിടുക. അതിനാലേക്ക് ഞങ്ങൾ സമയത്ത് കംപ്ലീറ്റ് ഇങ്ങനെ പൊടിയാക്കും. ഗ്രാമം ഫുള്ളാ പൊടി വന്നുണ്ടാക്കിയിരിക്കും. இந்த கிராமக்காரமாயெல்லாம் சகிச்சுட்டு தான் இருக்கா. பயங்கர வெயிட்டா இருக்கு. அனங்காது இந்த கல்லு. தண்ணு இருக்குன்னு தெரியாது, கிண்டல் இருக்குன்னு தெரியாது. இந்த மாதிரி கல்லியாக்கவா ஏற்றான். அது நமக்கு வேண்டி அவ பணிஞ்சுட்டு இருக்கா. காசு கொடுத்துட்டு தான் பண்ணிடுறான்னாலும் ஆத்மார்த்தமாக பணிஞ்சுட்டு இருக்கா. அது കഴിയുന്നതും വേഗത്തിൽ നടക്കും. എല്ലാവരുടെ സഹായവും இதுக்கு வேணும்னு മാത്രമേ எங்களுக்கு ஒரு அபியர்த்தனை. நீங்கள் வரணும், இந்த அனுபவம் உங்களுக்கு உண்டாவணும். கோவில் நம்ம கோவிலாக்கு நம்ம கட்டிட்டு இருக்கோம்னு சொல்லிட்டு அனுபவம் உண்டாவணும். துறவு பண்ணிட்டாக்கும் பண்ணியிருக்கா கோவில். துறவுனாக்கா மலையாளத்துல அது ஒரு பிரத்യേക രീതിയാക്കും. ഓരോ കല്ല് അടുക്കി വെച്ച് அந்த துறவு கல்லு தான் அங்க இருக்கு. இதாக்கும் துறவு கல்லு. இதெல்லாம் ஒரு நம்பர் போட்டிருக்கா. ശ്രദ്ധിച്ചാ தெரியும் 11, 20 இதுல நம்பர் போட்டிருக்கா. இந்த துறவு கல்லை ஓரோன்னா அப்படி அடுக்கி யோசிப்பிச்சு வச்சுட்டாக்கும் இந்த கோபுரம் மாதிரி பண்றாங்க. ரொம்ப கால்குலேஷன் வேண்ட ஒரு விஷயமாக்குது. ஏதோ காலத்துல கட்டியிருக்கா. அந்த மாதிரி கால்குலேஷன் உள்ள ஆட்காரையும் நமக்கு கிடைச்சிருக்கு. அழகா பண்ணிட்டு இருக்கா. எல்லாம் நீங்க வரணும், அனுபவிக்கணும். இந்த மாதிரி மகத்தான ஒரு கோவில் இந்த சுற்றுப்பாடுல எங்கேயுமே இல்லைன்னாக்க எல்லாரும் பார்த்தவாள்லாம் சொல்றா.
ഏകദേശം ഇതുവരെ എത്തിയാச்சு. ഇത് ഇനി இதுக்கு மேலே கோபுரம் എന്നുള്ള നിലയ്ക്ക് വരും. കരിങ്കല്ലിലെ കംപ്ലീറ്റ് இந்த மாதிரி அழகான ஒரு கோவில் பணிஞ்சு நம்ம கொண்டு வந்திருக்கோம் நம்ம கோவிலுக்கு. ഏകദേശം ഉള്ളിക്കുള്ള ആറ് പേർക്ക് അപ്പുറവും ഇപ്പുറവും ഭാഗത്തുണ്ട് ഒക്കാരത്തക്ക രീതിയിലുള്ള സ്ഥലം നമുക്ക് ഇതിൽ കിടച്ചിരിക്ക്. മലയാള വാസ്തുശില്പ മറ്റേ രീതിയില് കരിങ്കല്ലിലെ പണിഞ്ച് അതുക്ക് ഗോപുരമെല്ലാം കെട്ടിയിട്ടാക്കും നമ്മൾ പണിയിരിക്കോ. അതിൽ ഓരോ ഭാഗങ്ങളിലെ ഓരോ ഭഗവാനെ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കോ. അത് ரொம்ப அழகாத்தான் കരിങ്കല്ലിൽ നമ്മ പണിക്കാരൻ രാധാകൃഷ്ണൻ ചൊല്ലപ്പെട്ടവൻ പണിഞ്ഞിരിക്കാൻ ரொம்ப കഷ്ടപ്പെട്ട് 5-6 ആൾക്കാർ ദിവസം നിന്ന് പൊടിയും മറ്റും ആരംഭിച്ചെല്ലാം പണിഞ്ഞിരിക്കാൻ. പണി ദ്രുതഗതിയിൽ നടന്നിருக்கு. എല്ലാവർക്കും தெரியும் நம்மளோட இந்த கோவிலோட முன்பாகத்துல ஷீட்டாக்கும் போட்டிருந்தது. இப்ப அந்த ஷீட்டை எல்லாம் പൊളിച്ച് മാറ്റി அங்கே ஒரு 8 പോസ്റ്റ് നമ്മൾ വാർത്തിരിക്കും. ഇതിന്റെ 8 പോസ്റ്റ് മേലെയാക്കും നമ്മളോട് ഒരു വാർപ്പ് വരും. ഇതിന്റെ വാർപ്പ് இந்த 8 പോസ്റ്റുക്ക് മേലെ ഒരു വാർപ്പ് വരും. ഇതിന്റെ വാർപ്പ് മേലെ ഇന്ത്യയാക്കും നമ്മളോടൊരു രാജഗോപുരം ചൊല്ലിയിട്ട് ഒരു ഏകദേശം ഒരു 10 അടി ഹൈറ്റില് തമിഴ്നാട് സ്റ്റൈലില് രാജഗോപുരം ചൊല്ലിയിട്ട് ഒന്ന് വരും. അത് കഴിഞ്ഞാൽ இந்த ഭാഗത്തിലിருந்து ദശാവതാരം ആരംഭിക്കും. ഇங்கே 2 എണ്ണം, ഇங்கே 3 എണ്ണം, അതുമാതിരി ഇங்கே 3 എണ്ണം, அப்படி ഒരു 10 ഇங்கே ഗോപുരവും, ഇங்கே ഒരു 3, ഇங்கே ഒരു 2, அப்படி 10 ദശാവതാരം വരും. அந்த ഒരു കോർണറില് ഗരുഡൻ വരും. இந்த ഒരു കോർണറില് തൊഴുതെടുക്കപ്പെട്ട ഹനുമാൻ വരും. அந்த மாதிரி ഒരു അഴകാன ഒരു മാറ്റം ഇங்கே വരപ്പോറത്. ഇപ്പൊ നമ്മ കോവിലും ഏകദേശം രാജഗോപുരം എന്നുള്ള നിലയ്ക്ക് വരപ്പോറത്. ഇങ്ങേയാക്കും നമ്മളോട് നവഗ്രഹങ്ങൾ വരപ്പോറത്. നവഗ്രഹങ്ങൾന്നൊക്കെ സാധാരണ നവഗ്രഹങ്ങളല്ല, ദമ്പതി സമേതം വാഹന സമേതമാ ഉള്ള നവഗ്രഹങ്ങളാക്കും വരപ്പോറത്. നവഗ്രഹങ്ങൾ ഇങ്ങ വന്ന് ഒരുപാട് ആൾക്കാർക്ക് അനുഗ്രഹം കിടക്കുന്നതാക്കി നമ്മളോട് ജ്യോത്സ്യത്തിൽ ചൊല്ലിയിരിക്കുക. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും കിടക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് നല്ല ഒരു വ്യൂ ആയിട്ട് വരപ്പോറത്. ഗോപുരവും ദശാവതാരവും വരും. ഇത് കൂടാതെ ഓരോ പോസ്റ്റിലെയും ലക്ഷ്മി, അഷ്ടലക്ഷ്മികൾ, അതായത് ധാന്യലക്ഷ്മി, ധനലക്ഷ്മി, സന്താനലക്ഷ്മി, ഗജലക്ഷ്മി, ധാന്യലക്ഷ്മി, വെയിലലക്ഷ്മി, 8 ലക്ഷ്മിമാർ തൂണുകളില് വസിച്ചിരിപ്പ. ഏകദേശം മാർച്ച് മാസം 10-ാം തീയതിക്കുള്ള നമ്മളോട് ശ്രീകോവിലോട് പണി കഴിയും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് இந்த ഭാഗത്തിലെല്ലാം കെട്ടി ഇത് കെട്ടിയിട്ട് அந்த இடத்துல കാണപ്പെട്ട அந்த പ്ലാറ്റ്ഫോം ഇരിക്കെ அந்த പ്ലാറ്റ്ഫോമിയും ഇനിയും കൂടി യോജിപ്പിച്ചിട്ട് அப்படியே കൊണ്ടുവരണം. അത് കഴിഞ്ഞ് നമ്മൾ നിലത്തില് പതിക്കെ പോறது പഴയ രാജവംശങ്ങളിലെയും അതുപോലെ പഴയ കോവിലുകളിലെയും വെച്ചിട്ടുള്ള കാരക്കുടി ടൈൽസ്, അതായത് ആത്താങ്കുടി ചൊല്ലപ്പെട്ട ഒരു സ്ഥലത്തിലെ പാരമ്പര്യമാ ഉണ്ടാക്കപ്പെട്ട ഒരു കണ്ണാടി മാരിയുള്ള ഒരു കല്ലാക്കും നമ്മൾ ഇതിക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കും. അവ വന്ന് പാത്തിട്ട് പോയിരിക്ക. അവ വന്ന് പാത്തിട്ട് അവക്കുള്ള ഏർപ്പാടെല്ലാം പണിയിരിക്കും. അപ്പൊ അവൾ அந்த കല്ലോട് ഉற்பത്തി, അതായത് ഉണ്ടാക്കത്തുക്കവ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തുടങ്ങിയാச்சு. ரொம்ப കളർഫുള്ളാன കല്ലാക്കും. അത് പല ആൾക്കാരും പാത്തിരുപ്പ, ചില ആൾക്കാർ പാത്തിருக்க മാട്ട. അത്രയും അഴകാன ഒരു കല്ലാക്കും. അപ്പൊ அந்த കല്ലെല്ലാം വന്ന് இதுக்கு ഒരു ഗോപുരத்துக்கு മേലെ ഒരു മൂടി മാറി ഒരു പെര വരും. அந்த പെരയ്ക്ക് മേലെയും ഒരു താഴേക്കുളം ഇരിക്കും. ഇതിക്കും ഒരു താഴേക്കുളം ഇരിക്കും. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചേർത്തിരിക്ക്. ആനാ രാവും പകലും നിന്ന് പണി നടന്നുണ്ടാക്കും ഇരിക്ക്. ഇതേ നമ്മളോട് ഒരു ശരിയായ രീതിയിൽ കുംഭാഭിഷേകത്തിന് മുന്നാലെ ഇതാക്കണമെന്നൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഭഗവാനുടെ അനുഗ്രഹത്തില് നമ്മ കമ്മിറ്റി ആൾക്കാരും അതുമാതിരി ഭഗവാനുടെ അനുഗ്രഹത്തില് എല്ലാ ആൾക്കാരോടും സഹായവും ഇതൊക്കെ കഴിച്ചിട്ടിരിക്ക്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്, നമ്മൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒന്ന് മെച്ചപ്പെടുത്തുന്ന ശ്രമം നമ്മൾ നടത്തണം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 22 വർഷத்துக்கு ശേഷമാക്കും நம்ம கோவில்ல கும்பாபிஷேகம் நடக்கிறது. அந்த கோவில்ல கும்பாபிஷேகம் நடக்கிற സമയത്തില് എല്ലാ ആൾക്കാരും കുംഭാഭിഷേകം നടത്തുക. അതിനൊക്കെ നമ്മൾ കോവിൽ കെട്ടി കുംഭാഭിഷേകം നടത്തും. കോവിൽ കെട്ടി അതുമാതിരി ഒരുപാട് പ്രതിഷ്ഠകൾ, 2-3 പ്രതിഷ്ഠകൾ പുതുശാ പണി ഇപ്പടിയൊക്കെ നമ്മൾ പண்றோம். അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുപാട് ചെലവുകളും വരും இந்த കാലഘട്ടത്തില്. ഇനി ഏകദേശം ഒരു 1000 വർഷം വരെ ഇത് അപ്പടിയെ നെല്ലിക്കും നാക്കും നമ്മളോട് ഭഗവാനോട് അനുഗ്രഹത്തിൽ ഇരുന്നതാ നെല്ലിക്കും നാക്കും നമ്മളോട് കണക്ക് കൂട്ടാൽ കറക്റ്റായിരിക്കും. കാരണം ഇത് കംപ്ലീറ്റ് കരിങ്കല്ലാക്കും. ഇതിൽ നമ്മൾ ഇനി ഇതൊക്കെ ഒരു എണ്ണയുണ്ട്. എണ്ണ അടിച്ചു കൊടുത്താൽ പിന്നെ വെള്ളം തട്ടിനാലും അതിനൊന്നും തട്ടാതെ അന്തമാതിരിയുള്ള ഒരു മെറ്റീരിയലാക്കും കല്ല്, എല്ലാവർക്കും തിരിയും. അപ്പൊ അന്ത പണികളെല്ലാം നടന്നിട്ടിരിക്ക്.
கும்பாபிஷேகம் நடக்கிற சமயத்தில் நீங்கள் எல்லாரும் வரணும். உங்களுக்கு வேண்ட சௌகரியங்கள்லாம் நாங்கள் செய்து தருவோம். தாமசிக்கிறதுக்குள்ள சௌகரியம் செய்து தருவோம். ஆகாரத்தோட சௌகரியம் செய்து தருவோம். அது இப்போ ஏதாவது ஒரு அசௌகரியம் வந்தாலும் உங்களுக்கு என்ன வந்தாலும் நாங்கள் செய்யறதுக்கு தயாராக இருக்கோம். தயவு பண்ணி நீங்கள் எல்லாம் கும்பாபிஷேகத்துக்கு வரணும். அந்த മുഴുവൻ പരിപാടികളെയും ആസ്വദിക്കണം. വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാം പണി തരണം. നിറയെ പേർക്ക് പൈസ തരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരിക്കുക. അപ്പോൾ അവളോട് പൈസ അല്ല നമുക്ക് ഇപ്പോഴാക്കും തരേണ്ടത്. ഇനി കുംഭാഭിഷേകം പറഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ട് താൻ. അപ്പോൾ അവൾക്ക് പല ബുദ്ധിമുട്ടുകളും ഇരിക്കും. ഇത് നമുക്ക് നമ്മ കോവിലാക്കും. നമ്മ കുട്ടികളും അതുപോലെ നമ്മുടെ പേരക്കുട്ടികളും എല്ലാം വന്ന് പാർക്കേണ്ട ഒരു കോവിലാക്കും എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവരോടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.